ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ വീട്ടിൽ എന്ത് സ്പെഷ്യൽ എന്നാൽ ഇത് വാൻകോഴി ഇറച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ട് 3-4 ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഞാൻ എല്ലാവരും വീട്ടിൽ വരട്ട് മക്കന്മാരെല്ലാവരും ഉള്ളപ്പം നമുക്കിത് വയ്ക്കാൻ ഞാൻ അത് ഒതുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. കാരണം ഇത് എപ്പോഴും കിട്ടുന്ന സാധനമല്ല, അതുകൊണ്ട് ഞാൻ ഇത് ഒതുക്കി വെച്ചിരുന്നു. ഇത് നമുക്ക് എങ്ങനെ കൂട്ടാൻ വയ്ക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കിതിനെ കുക്കറിൽ ഒരു 8 വിസിൽ വിടാം. കഴുകി വൃത്തിയാക്കിയ വാൻകോഴി ഇറച്ചി ഞാൻ ഈ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഞാൻ, 1-ാം പാലും 2-ാം പാലും, 50 ഗ്രാം മട്ടൻ മസാല, 50 ഗ്രാം ചിക്കൻ മസാല, ഇത്തിരി പെപ്പർ പൊടി, ഇത്തിരി മുന്തിരിപ്പരിപ്പ്, ഇത്തിരി മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ പട്ട ഐറ്റങ്ങൾ ഞാൻ പൊടിക്കാനായിട്ട് ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ്, പിന്നെ തക്കാളി, കരിവേപ്പില, മല്ലിക്കുഴ, പുതിന, പച്ചമുളക്, ഒരു 300 ഗ്രാം കൊച്ചുള്ളി എടുത്ത് ഞാൻ വൃത്തിയാക്കാൻ ഉടച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കുക്കറിൽ ഈ ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് 2-ാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിന് മഞ്ഞൾപ്പൊടി, ഈ ഇറച്ചി വേവാനുള്ള ഉപ്പ് ഇത്രയും കൂട്ടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ മസാലകളൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് 2-ാമത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഒപ്പിക്കാം. എല്ലാ മസാലകളും നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം. മസാലകളൊക്കെ ഞാനൊന്ന് എല്ലാ മസാലയും ചേർത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒതുക്കി വയ്ക്കാം. ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൻ്റെ കരിവേപ്പിലയും ഇതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മളോട് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം, ഞാൻ ഉള്ളി കട്ട് ചെയ്തിട്ടാൽ മുഴുവനെയാണ് ഇട്ടത്. നല്ലവണ്ണം പതഞ്ഞിട്ട് തപ്പത്ത് ഈ മുളകിന് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട മുളക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ മുന്തിരിപ്പരിപ്പിനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഉള്ളി നല്ലവണ്ണം വെന്തിട്ടുണ്ട്, നല്ല ചുമന്ന് കിട്ടി. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുക്കറിൽ നല്ലവണ്ണം ഈ ഇറച്ചി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല. ഈ തേങ്ങാപ്പാലിലാണ്, ഫസ്റ്റിലുള്ള തേങ്ങാപ്പാലിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഉള്ളി നല്ലവണ്ണം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ഇതിനൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിൻ്റെ കൂടെ ചേർന്ന് അപ്പോഴേ തന്നെ ഈ തക്കാളിയിലെയും ഉള്ളിയിലെയും ആ ഫ്ലേവർ ഒന്ന് ഈ ഇറച്ചിയിൽ പിടിക്കും. റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ അരച്ച് വെച്ച പട്ട ഐറ്റമും മുന്തിരിപ്പരിപ്പും ഇതിൻ്റെ അകത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തു.